ക്ഷണഭങ്കുരമായ ലൗകികതയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ ലോകത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ ബാലികയായിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ ഹ്രസ്വത എന്ന യാഥാർത്ഥ്യവും നിത്യതയുടെ സന്തോഷവും മനസ്സിലാക്കി. തൻ്റെ പിതാവിനൊപ്പം സായാഹ്ന സവാരിക്ക് പോയിരുന്ന കൊച്ചുത്രേസ്യ കൂടുതലും പൂക്കൾ നിറഞ്ഞ പുൽത്തകിടിയിൽ ഇരിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ആ ശാന്തതയിൽ കാതിൽ മുഴങ്ങിക്കേട്ട പ്രകൃതിയുടെ സൗന്ദര്യവും കാറ്റിൻ്റെ മർമ്മരങ്ങളും സൈനിക സംഗീതത്തിൻ്റെ അവ്യക്തഗാനങ്ങളും മധുരിക്കുന്ന ഒരു മ്ലാനത അവളിൽ നിറച്ചു. ചേച്ചി യാത്രയ്ക്കായി ഉണ്ടാക്കി നൽകിയ മനോഹരമായ അപ്പത്തിൻ്റെയും ജാമിൻ്റെയും രൂപാന്തരം കണ്ട കൊച്ചുത്രേസ്യയ്ക്ക് ഈ ഭൂമി ശോകപൂർണമായൊരു സ്ഥലമായി തോന്നി. ഈ നശ്വര ലോകത്തിൻ്റെ തകരുന്നതും ജീർണിക്കുന്നതുമായ അവസ്ഥ ഒരിക്കലും കടന്നുപോകാത്തതും യഥാർത്ഥത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന മഹാസൗന്ദര്യത്തെക്കുറിച്ചുള്ള അഭിലാഷം അവളിൽ ഉണർത്തി. നിത്യതയുടെ തീരത്ത് സമാധാനപൂർവ്വം യാത്ര ചെയ്യാൻ വേണ്ടി യേശുവിൻ്റെ കൺമുൻപിൽ നിന്ന് ഞാനൊരിക്കലും അകന്നു മാറുകയില്ലെന്ന് പൗളിൻ ചേച്ചിയുടെ മുൻപിൽ അവൾ ശപഥം ചെയ്തു. ആത്മാക്കൾക്ക് വേണ്ടി സ്വർഗീയ സൗഭാഗ്യം നേടുന്നതിന് ബന്ധനസ്ഥയാകാൻ വരെ അവൾ അതിയായി ആഗ്രഹിച്ചു. ഓ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അമ്മ മരിച്ചെങ്കിലെന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. കുസൃതിക്കുട്ടിയായ കൊച്ചുത്രേസ്യ സ്വന്തം അമ്മയോടിത് പറയുമ്പോൾ സ്വർഗം അമ്മയ്ക്ക് വേഗം ലഭിക്കട്ടെ എന്ന് അത്യധികം ആഗ്രഹിച്ചിരുന്നു. സ്വർഗത്തിന് വേണ്ടിയുള്ള ആഗ്രഹം കൊച്ചുത്രേസ്യയിൽ ജനിപ്പിച്ചത് പ്രകൃതി മാത്രമല്ല, മാനുഷിക ബന്ധങ്ങളിൽ അവൾ കണ്ട സ്നേഹവും വാത്സല്യവും കൂടിയാണ്. തനിക്ക് മഞ്ഞിനോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് അവൾ പറയുമ്പോഴും പ്രകൃതിയേക്കാൾ പ്രകൃതിയെ സൃഷ്ടിച്ച ദൈവം മഹോന്നതനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. സ്വർഗമുണ്ടെങ്കിൽ ഭൂമിയിലെ ജീവിതമെല്ലാം അതിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തപ്പെടണമെന്ന് കൊച്ചുത്രേസ്യ വളരെ വ്യക്തതയോടെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി. നമുക്കും കൊച്ചുത്രേസ്യയെ പോലെ നിത്യതയെ ലക്ഷ്യമാക്കി നമ്മുടെ ജീവിത പ്രയാണം മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.